പ്രമാദമായ മാന്നാർ കലാ കൊലപാതക കേസിൽ ഒരു വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. കലയുടെ മൃതദേഹം മറവ് ചെയ്തുവെന്ന് പോലീസ് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ ലഭിച്ച റിപ്പോർട്ടിലാണ് സ്ഥിരീകരണം. 15 വർഷം മുൻപ് കാണാതായ കലയെ ഭർത്താവ് അനിൽകുമാർ കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു കേസ്. ഇതോടെ ഇസ്രയേലിലുള്ള മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടാകും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട സത്യം പുറം ലോകത്തേക്ക് എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലായിരുന്നു. മാന്നാർ ഇരമത്തൂരിൽ നിന്ന് കാമുകനുമായി അപ്രത്യക്ഷയായെന്ന് പറഞ്ഞ കല കൊല്ലപ്പെട്ടു എന്നായിരുന്നു അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭ്യമായ കത്തിന്റെ ഉള്ളടക്കം. അമ്പലപ്പുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗാർഹിക പീഡന കേസുമായും ബന്ധപ്പെട്ട് കലയുടെ മരണം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചു. കലയെ ഭർത്താവ് അനിൽകുമാർ കൊലപ്പെടുത്തി തങ്ങളുടെ സഹായത്തോടെ മറവ് ചെയ്തുവെന്ന് ചോദ്യം ചെയ്യലിൽ ബന്ധുക്കൾ കൂടി സമ്മതിച്ചതോടെ വർഷങ്ങൾ നീണ്ട രഹസ്യത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെയും തുടർ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ 2024 ജൂലൈ 1 കലയുടെ ഭർത്താവ് അനിൽകുമാർ ബന്ധുക്കളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരെ പ്രതി ചേർത്ത് മാന്നാർ പോലീസ് കൊലപാതക കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. ആലുവയിൽ ജോലി ചെയ്തിരുന്ന കലയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അനിൽകുമാർ വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മറ്റ് പ്രതികളെ വിവരമറിയിക്കുകയായിരുന്നുവെന്നായിരുന്നു മൊഴി. മൃതദേഹം കാറിന്റെ പിൻസീറ്റിലിരുത്തി വീട്ടിലെത്തിച്ചു. 4 പേരും ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിച്ചത്. ഒന്നാം പ്രതിയായ അനിൽകുമാർ ഇസ്രായേലിലായിരുന്നതിനാൽ മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. ടാങ്കിൽ നിന്നും മൃതദേഹത്തിന്റേതെന്ന് കരുതുന്ന സാമ്പിളുകളും അന്ന് പോലീസ് ശേഖരിച്ചു. കൊല്ലം മുന്നേ നടന്ന സംഭവമായതുകൊണ്ടുകൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി ഇല്ല. ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കുറയപ്പെടാൻ സാധ്യത ഉള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. നിലവിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയെന്ന് കരുതി പോലീസിന് ലഭിച്ച സാമ്പിളുകൾ ഒന്നും തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ല എന്നാണ് കണ്ടെത്തൽ. ഇതിനിടയിൽ 1 വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു. കലയെ മറ്റൊരു സെപ്റ്റിക് ടാങ്കിലാകാം കുഴിച്ചിട്ടതെന്ന സംശയവും പോലീസിനുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചേ മതിയാകൂ. കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കണ്ടുവെന്നുമുള്ള ദൃക്സാക്ഷിമൊഴി ഉൾപ്പെടെയുള്ള കേസിൽ കല മരണപ്പെട്ടുവെന്ന് ആധികാരികമായി തെളിയിക്കാൻ സത്യത്തിൽ വാക്കാലുള്ള മൊഴികൾക്കപ്പുറം അന്വേഷണ സംഘത്തിന്റെ കൈവശം ബലപ്പെട്ടതായി യാതൊന്നുമില്ലെന്ന് തന്നെ പറയാനാകും. വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ട മാന്നാർ കലാ കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതി അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇനി ഈ കേസിന്റെ ചുരുളുകൾ അഴിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. ആലപ്പുഴ മാന്നാറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.